സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ എക്സാമിനുള്ള ടൈമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെയും എക്സാം ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവരും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ളത് റിവിഷൻ്റെ ടൈമാണ്. അപ്പോൾ ഏത് രൂപത്തിലാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്, എങ്ങനെ റിവിഷൻ ചെയ്താലാണ് നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നമുക്ക് സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റോട് കൂടിയിട്ട് നമുക്ക് സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങണം. അപ്പം നമുക്ക് എങ്ങനെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം റിവിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോർഷൻസ് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്കിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരേ രീതിയിലായിരിക്കില്ല പല പോർഷൻസും ഉണ്ടായിരിക്കാം. അതായത് ഏത് പേപ്പർ ആണോ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന പേപ്പർ ഉള്ളത് ആ പേപ്പർ നിങ്ങൾ ഫസ്റ്റിലേ പഠിച്ചു തുടങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് അങ്ങനെ വെച്ച് നിങ്ങളുടെ രീതിക്ക് തന്നെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ടൈം അനുസരിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പോർഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ റിവിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നിങ്ങൾ അത് ആൻസേഴ്സ് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ടൈം ഡ്യൂറേഷനുള്ളിൽ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിവിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം നിങ്ങൾ മെയിൻ എക്സാം റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വേണം നിങ്ങൾ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയും പഠിക്കാത്ത സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. നമുക്കിനി ഒരുപാട് ഡേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യും. അപ്പോൾ അതിന് മുൻപേ നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് പോർഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞുതരും. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ റിവിഷനും അതുപോലെ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. മോഡൽ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും വീഡിയോ ചെക്ക് ചെയ്യുക. അതുപോലെ റിവിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്